ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ലിവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിവറേജ് എന്ന് പറയുന്നത് ഫിസിക്സിൽ നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് കടം കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യത്തിനെ ഒരു ചെറിയ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, വലിയ ഭാരമൊക്കെ ഉയർത്താൻ പറ്റാതിരിക്കുന്ന സമയത്ത് ലിവറിൻ്റെ സഹായത്തോടു കൂടി നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്താൻ പറ്റും. അതാണ് ലിവറേജ് കൊണ്ട് സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത്. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ഏതെങ്കിലും രണ്ട് വേരിയബിൾസിൽ ഒരു വേരിയബിളിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ച് വരുത്തിക്കൊണ്ട് മറ്റൊരു വേരിയബിളിൽ വലിയൊരു ചേഞ്ച് വരുത്തുക, അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ലിവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഡിസിഷൻ ഈസ് വൺ ഓഫ് ദ ഇൻറ്റിഗ്രൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ എനി കൈൻഡ് ഓഫ് ബിസിനസ് കൺസേൺ. ഏതൊരു ബിസിനസ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അവരുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യുക, അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആപ്റ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡാണ് അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ എല്ലാ ഡിസിഷൻസും കൃത്യമായിട്ട് നടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. ഇനി എ സൗണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ മസ്റ്റ് കൺസിഡർ ദ ബ്രോഡ് കവറേജ് ഓഫ് ദ ഫിനാൻഷ്യൽ മിക്സ്. ദാറ്റ് മീൻസ് capital structure, total amount of capital, that is capitalization and cost of capital. Capital structure നെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷനെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ ഒരു കമ്പനി എടുക്കേണ്ടത്. A sound financial decision must consider the broad coverage of financial mix, total amount of capital and കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫിനാൻഷ്യൽ മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. എവിടെ നിന്നൊക്കെയുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മുടെ ക്യാപിറ്റലിനെ രൂപീകരിച്ചിരിക്കുന്നത്, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഓൺഡ് ഫണ്ടും വരും, അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടും വരും. ഓൺഡ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇക്വിറ്റിയാണ്. ഓൺഡ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വിറ്റി ഫണ്ടാണ്. ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഒക്കെ നമ്മൾ കടമായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മിക്സാണ്. ഇനി ടോട്ടൽ ഓഫ് ദി ക്യാപിറ്റലിന് നമുക്ക് വേറൊരു ടേം പറയാൻ പറ്റുന്നത് ക്യാപിറ്റലൈസേഷൻ ആണ്. പല സോഴ്സുകളിൽ നിന്നും നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ അതിൻ്റെ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നും റൈസ് ചെയ്യാൻ സാധ്യതയുള്ള കോസ്റ്റിനെ കവർ ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഒരു ഫേമിൻ്റെ സൗണ്ട് ഫിനാൻഷ്യൽ ഡിസിഷനെ ബാധിക്കുന്ന 3 ഘടകങ്ങളാണ് ഇവയൊക്കെ. അല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ഒരു കമ്പനി എടുക്കേണ്ടത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് തിങ്സ് ഫോർ ദ മാനേജ്മെൻറ്റ് since it influences the debt equity mix of the business concern which affect the shareholders return and risk. ഒരു ഷെയർ ഹോൾഡറിൻ്റെ റിട്ടേണിനെയും റിസ്കിനെയും ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ഡെറ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഡെറ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കമ്പനിയിലുണ്ട്, എത്രത്തോളം ബോറോഡ് ഫണ്ട് കമ്പനിയിലുണ്ട്, ഇതിൻ്റെ റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ആണെന്ന് പറയാൻ പറ്റൂ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമൽ ആയിരുന്നാൽ മാത്രമേ ഷെയർസിന് വാല്യൂ കൂടുകയുള്ളൂ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുകയുള്ളൂ.
Hence, deciding the debt equity mix plays a major role in the part of value of the company and market value of the share. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറ്റ് ഇക്വിറ്റി മിക്സ് കണ്ടുപിടിക്കുന്നതും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ റൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. The debt equity mix of the company can be examined with the help of leverage. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിവറേജ് എന്ന് വെച്ചാൽ എന്താണ്? ജനറലി ഏതെങ്കിലും ഒരു വേരിയബിളിൽ വരുത്തുന്ന ചേഞ്ച് കൊണ്ട് മറ്റൊരു വേരിയബിളിൽ ലാർജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു വേരിയബിളിൽ വരുന്ന ചേഞ്ച് കൊണ്ട് മറ്റേ വേരിയബിളിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി മിക്സിൻ്റെ കാര്യത്തിലും നമുക്ക് ലിവറേജിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് ലിവറേജ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദിസ് പാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവറേജിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ എബിറ്റിലും EPSലും ഒക്കെ ലിവറേജ് കൊണ്ട് എന്ത് വ്യത്യാസമാണ് വരുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ കമ്പനീനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീനിങ് ഓഫ് ലിവറേജ്. The term leverage refers to an increased means of accomplishing some purpose. Leverage is used to lift heavy object which may not be otherwise possible. സാധാരണഗതിയിൽ സാധിക്കാതിരുന്ന ഒരു കാര്യത്തിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സാധിക്കാതിരുന്ന ഒരു വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവറേജ് യൂസ് ചെയ്യുന്നത് സാധാരണ ജനറൽ സെൻസിൽ. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ സാധിക്കാതിരുന്ന ഒരു കാര്യത്തിനെ ഏതെങ്കിലും ഒരു വേരിയബിളിലുള്ള ചെറിയ ചേഞ്ച് വഴി വ്യത്യാസപ്പെടുത്തുന്നു. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലിവറേജ് എന്ന് പറയുന്നത്. ഇൻ ദ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, ലിവറേജ് റെഫേഴ്സ് ടു ഫർണിഷ് the ability to use fixed cost asset or fund to increase the return to its shareholders. ഷെയർഹോൾഡേഴ്സിൻ്റെ റിട്ടേണിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അസറ്റിനെ അല്ലെങ്കിൽ ഫണ്ടിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലിവറേജ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലിവറേജിനെ ഒന്നോ രണ്ടോ രീതിയിലൊക്കെ നമ്മുടെ സന്ദർഭം അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് അസറ്റിനെ അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഫണ്ടിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ വർദ്ധിപ്പിക്കുക. Definition of leverage. James Horn has defined leverage as the employment of an asset or fund for which the firm pays a fixed cost or ഫിക്സഡ് റിട്ടേൺ. ജെയിംസ് ഹോണിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള അസറ്റുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന അസറ്റുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട്സ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് ഈ ഡെഫിനിഷൻ പ്രകാരം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ലിവറേജിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്ത ഒന്നാണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ലിവറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ നമുക്കറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിവറേജുകൾ ഏതൊക്കെയാണെന്നും ഈ ലിവറേജുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനെ ലിവറേജ് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റ് കിട്ടും. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ എത്ര രൂപ ബിസിനസ്സിൽ ഏൺ ചെയ്യുന്നുണ്ടോ അതിന് നമുക്ക് വേറൊരു പേരും പറയാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വഴി നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുത്തപ്പോൾ വന്ന ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിബഞ്ചേഴ്സോ ബോൺസോ ഇഷ്യൂ ചെയ്തപ്പോൾ കൊടുക്കേണ്ടി വന്ന ഇൻട്രസ്റ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളെല്ലാം കൂടെ കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ബിഫോർ ടാക്സ്, EBT കിട്ടും.
ഈ EBT എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ്. അതിൽ നിന്നും ടാക്സ് കുറയ്ക്കുമ്പോൾ PAT അല്ലെങ്കിൽ EAT കിട്ടും. PAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്നും എന്തെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻഡ് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന എമൗണ്ടാണ്, ഒന്നുകിൽ അതിനെ നമുക്ക് പറയാം നെറ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി അഥവാ പ്രിഫറൻസ് ഡിവിഡൻഡ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നും പറയാം. ഓക്കെ, ഇനി അടുത്ത PAT കിട്ടിയിട്ടുണ്ട്. ഈ PATനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് വഴി ഒരു ഷെയറിൽ നിന്നും എത്ര രൂപ റിട്ടേൺ ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. അതാണ് EPS എന്ന് പറയുന്നത്. അപ്പോൾ PAT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു EBIT ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലെസ് ഇൻട്രസ്റ്റ്, EBT ലെസ് ടാക്സ്, PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറച്ച് കിട്ടുന്ന എമൗണ്ട്, അതാണ് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്. PATയിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PAT ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഓക്കെ, ഈ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ലിവറേജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും വളരെ ഈസിയാണ്. ഇവിടെ ഈ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പാർട്ടായിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് ഈ എബിറ്റ് വരെയുള്ള പാർട്ടാണ്. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT. ഇനി നോക്കിക്കേ, ഇവിടെ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് PAT എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എക്സ്പെൻസസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റാണ്. ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഏതൊക്കെയാണ്? ടാക്സും ഇൻട്രസ്റ്റും. അതായത് ഫണ്ട് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ചിലവാകുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോസ്റ്റാണ് ഏതൊക്കെ? ഇൻട്രസ്റ്റും ടാക്സും എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ഫിനാൻഷ്യൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എബിറ്റ് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും, PAT എന്ന് പറയുന്നത് PAT വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രോഫിറ്റുമാണ്. അപ്പോൾ നമ്മൾ 2 തരം ലിവറേജിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്.